അമേരിക്കൻ പ്രസിഡന്റിന്റെ വസതിയായ വൈറ്റ് ഹൗസിന്റെ ഒരു ഭാഗം അക്ഷരാർത്ഥത്തിൽ ടെസ്ല കാർ കമ്പനിയുടെ മിനി ഷോറൂമായി മാറുന്ന കാഴ്ചയായിരുന്നു ചൊവ്വാഴ്ച ലോകം കണ്ടത്. വൈറ്റ് ഹൗസിന്റെ സൗത്ത് ലോണിൽ ടെസ്ലയുടെ വിവിധ മോഡലുകൾ നിരന്നു കിടന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഓരോ കാറുകളും മസ്ക് കൊണ്ടുപോയി കാണിക്കുകയും സവിശേഷതകൾ വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നാലെ ട്രംപിന്റെ പ്രഖ്യാപനവും വന്നു: ഞാനൊരു ടെസ്ല കാർ വാങ്ങാൻ പോവുകയാണ്. ഒപ്പം ടെസ്ല കാറുകൾ ആക്രമിക്കുന്നവരെ ആഭ്യന്തര ഭീകരവാദിയായി മുദ്രകുത്തുമെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയുടെ പല ഭാഗങ്ങളിലും ടെസ്ല കാറുകൾ ആക്രമിക്കപ്പെടുന്നത് വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ആ പ്രഖ്യാപനം. മസ്കിന്റെ ടെസ്ലയ്ക്ക് ഇത്രയധികം പ്രിവിലേജുകൾ കിട്ടുന്നുണ്ടെങ്കിലും ഓഹരി വിപണിയിൽ കമ്പനിയുടെ നില പരിതാപകരമാണ്. ട്രംപിന്റെ ചേർത്തുപിടിക്കലുകൾക്കൊന്നും ടെസ്ലയെ രക്ഷിക്കാനാകുന്നില്ല എന്നാണ് ഓഹരി വിപണി സൂചിപ്പിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനായി $290 ദശലക്ഷം മസ്ക് നൽകിയത്. അതിന്റെ പ്രത്യുപകാരമാണെന്ന് തോന്നുന്നു അധികാരത്തിലേറിയ ഉടൻ സർക്കാരിന്റെ ചെലവുകൾ കുറയ്ക്കാനായി രൂപീകരിക്കപ്പെട്ട ഡോജ് സമിതിയുടെ മേധാവിയായി മസ്ക് അവരോധിക്കപ്പെട്ടു. സാധാരണഗതിയിൽ ചെറിയ ചലനങ്ങൾ പോലും പ്രതിഫലിക്കുന്ന ഓഹരി വിപണി പക്ഷേ ടെസ്ലയുടെ കാര്യത്തിൽ എല്ലാ പ്രവചനങ്ങളെയും തെറ്റിക്കുകയായിരുന്നു. 2024 ഡിസംബർ പകുതിയിൽ ടെസ്ലയുടെ ഓഹരി മൂല്യം $435 ആയിരുന്നെങ്കിൽ നിലവിൽ അത് $235നും $240 ഇടയിലാണ്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് 5 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഇടിവ് കമ്പനിക്കുണ്ടാകുന്നത്. ഏകദേശം 15% ഇടിവ്. ആഗോളതലത്തിലെ വിൽപ്പനയിലും ടെസ്ല വലിയ തിരിച്ചടിയാണ് നേരിടുന്നത്. ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ വളരെ ചെറിയൊരു നേട്ടം കൈവരിച്ചെങ്കിലും അത് വലിയൊരു നേട്ടമായി കരുതാൻ കഴിയില്ല എന്നാണ് വാസ്തവം. 2024 ടെസ്ലയുടെ ഓഹരി അസ്ഥിരമായിരുന്നു. 2025 കടന്നതോടെ കുത്തനെ ഇടിവും നേരിടാൻ ആരംഭിച്ചു. കമ്പനി സ്റ്റോക്കിന്റെ വില മാർക്കറ്റ് ഫണ്ടമെന്റലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ അധികമായതാണ് ഇടിവ് നേരിടാൻ കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കമ്പനിയുടെ ലാഭമായി തട്ടിച്ചു നോക്കുമ്പോൾ ടെസ്ലയുടെ ഓഹരിയുടെ മൂല്യം ഓവർ പ്രൈസ്ഡ് ആണെന്നും ഒരു വിഭാഗം വിലയിരുത്തുന്നുണ്ട്. അതേസമയം പുതിയ ടെസ്ല ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നതിലെ കാലതാമസമാണ് ഓഹരി വിലയിലെ ഇടിവിന് കാരണമെന്നും മറ്റൊരു വാദമുണ്ട്. ഇനി ടെസ്ലയുടെ വിൽപ്പനയിലേക്ക് വന്നാലും ഗണ്യമായ കുറവാണ് അതിലുണ്ടായിരിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ മൊത്തത്തിലുള്ള വിൽപ്പന 31% കൂടുതലാണെങ്കിലും ടെസ്ലയുടെ ഫെബ്രുവരിയിൽ ജർമ്മനിയിലെ വിൽപ്പന 76% കുറവായിരുന്നു. തീവ്ര വലതുപക്ഷ പാർട്ടിയായ AFDയെ മസ്ക് പിന്തുണച്ചതിന് പിന്നാലെയായിരുന്നു ഇടിവ് നേരിട്ടത്. നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ എന്നിവിടങ്ങളിൽ ഫെബ്രുവരിയിലെ വിൽപ്പന 40%വും ഫ്രാൻസിൽ 26%വും കുറഞ്ഞിരുന്നു. UK-യിലും പോർച്ചുഗലിലും സംഘടിത ബഹിഷ്കരണ ആഹ്വാനവും കമ്പനി നേരിടുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ലോകത്താകമാനം വിൽപ്പന വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ടെസ്ലയ്ക്ക് ഈ തിരിച്ചടി എന്നതും പ്രസക്തമാണ്. US, ചൈന എന്നീ രാജ്യങ്ങളിൽ ഡിമാൻഡ് നിലനിർത്തുന്നതിനായി ടെസ്ല വാഹനവില ആവർത്തിച്ച് കുറച്ചിരുന്നു. ഈ തന്ത്രം പക്ഷേ ഹ്രസ്വകാല വിൽപ്പന വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിലും മൊത്തത്തിലുള്ള വരുമാനവും ദീർഘകാല ലാഭക്ഷമതയും കുറിച്ച് നിക്ഷേപകർക്കിടയിൽ ഉയർന്ന ആശങ്ക പരിഹരിക്കാൻ കമ്പനിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇതിലെല്ലാം കൗതുകകരം എന്താണെന്ന് വെച്ചാൽ മസ്ക് പിന്തുണയ്ക്കുന്ന ട്രംപിന്റെ പരിഷ്കാരങ്ങൾ അമേരിക്കയിൽ ടെസ്ലയ്ക്ക് തിരിച്ചടിയാകുന്നു എന്നതാണ്. ട്രംപിന്റെ നയങ്ങൾ, നിലവിലുള്ള സാമ്പത്തിക തീരുമാനങ്ങൾ, മസ്കിന്റെ മേലുള്ള സ്വാധീനം എന്നിവ കമ്പനിക്ക് കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തോടെല്ലാം മുഖം തിരിക്കുന്ന ട്രംപ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾക്കുള്ള സബ്സിഡികൾക്കെതിരെയെല്ലാം നിലപാടെടുത്തിരുന്നു. കൂടാതെ ടെസ്ല ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ട്രംപ് നടത്തുന്ന തീരുവയുദ്ധവും ടെസ്ലയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ചൈനയുമായുള്ള തുടർച്ചയായ വ്യാപാര യുദ്ധം ടെസ്ലയുടെ വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുകയും നിർണായക വിപണിയിൽ അതിന്റെ മത്സരശേഷി കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. താൻ കോടികളെറിഞ്ഞ് പിന്തുണച്ച ഭരണാധികാരിയുടെ നയങ്ങൾ തന്നെ തിരിച്ചടിക്കുന്നുവെന്ന കൗതുകമാണ് ശരിക്കും ടെസ്ലയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അതിൽ നിന്ന് എങ്ങനെയാകും മസ്കും ടെസ്ലയും പുറത്തു കടക്കുക എന്നതും ചോദ്യമായി തുടരുകയാണ്.